പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. നീ എങ്ങോട്ട് പോണ്? ഒരുങ്ങിയിറങ്ങി വന്ന ഇന്ദുവിനെ നോക്കി ജയശ്രീ മുഖം ചുളിച്ചു. ഒളിച്ചോട്ടമല്ല, പേടിക്കണ്ട. അവളുടെ മുറുകിയ മറുപടി കേട്ടതും ജയശ്രീയുടെ മുഖം ഇരുണ്ടുകൂടി. ഒരു കാര്യം ചോദിച്ചാൽ തറുതല പറയുന്ന വലിയ വീമ്പാണെന്നാണോ നിന്റെ വിചാരം? ജയശ്രീ അവൾക്കുമ്പിലേക്ക് കയറിയുന്നുണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ അമ്പലത്തിൽ പോവാമേ. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതി ചാരു പെട്ടെന്ന് പറഞ്ഞു. അതെന്താ ഇവൾക്ക് വാതുറന്ന് പറഞ്ഞാല്? നല്ല മര്യാദക്കിൽ ഞാനിവളോട് ചോദിച്ച്. പെൺകുട്ടികളെ ഇത്രയും അഹങ്കാരികളാവാൻ പാടില്ല. ജയശ്രീ ഇന്ദുവിനെ നോക്കി പറഞ്ഞു. അവളൊരു കൂസലും കൂടാതെയാണ് നിൽക്കുന്നത്. നീ ഒറ്റക്കാണ് പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ പോവില്ല, കൂട്ടി വിളിച്ച് പോവാൻ. പ്രിയ കൂടി അങ്ങോട്ട് വരുമെന്ന് ഇന്ദു മനഃപൂർവ്വം പറഞ്ഞില്ല. പിന്നെ ആ പേര് പറഞ്ഞാവും അടുത്ത അംഗം. ഞാൻ പോവാ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഇന്ദു ഇറങ്ങി നടന്നു കഴിഞ്ഞിരുന്നു. ധൃതിയിലകത്തേക്ക് ഓടിക്കയറിയ സഞ്ജു ഹാളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടതും സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നുപോയി. വാടിക്കുഴഞ്ഞുപോയ നന്ദനയുടെ മുഖത്താണ് അവന്റെ സംശയത്തോടെയുള്ള നോട്ടം തറച്ചു നിന്നത്. ദൈവമേ, ഇവളുടെ ഭ്രാന്തി ഇവിടെയുള്ളവരോട് കൂടി പറഞ്ഞു കൊടുത്തു. ഇനി അവന്റെ മുഖം ചുളിഞ്ഞു. ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ടുള്ള അവളുടെ ഇരിപ്പ് കണ്ടതും അവന്റെ നെഞ്ചിരിപ്പേറി. ഉള്ളിലെ സംശയത്തിന് ബലം വെച്ചു തുടങ്ങി. ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് തന്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാവില്ലെന്ന് കരുതി ഇവരെ കൂടി പറഞ്ഞു മയക്കെടുത്തു ഇവള്. സഞ്ജുവിന്റെ നോട്ടം നന്ദുവിന് നേരെ കൂർത്തു. പറയാൻ പറ്റില്ല, ഇവൾ അതും അതിനപ്പുറവും ചെയ്യും. നീ വന്നോ സഞ്ജു? ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കായിരുന്നു. അമ്മയുടെ ശബ്ദത്തിനും മുഖത്തിനും വല്ലാത്തൊരു കടുപ്പമുണ്ടോ? ആ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്ന സഞ്ജു കാത്തിരുന്ന് എന്തിനെന്ന് പോലും ചോദിക്കാൻ വിട്ടുപോയി. ലക്ഷ്മി എഴുന്നേറ്റ് വന്ന് അവനെ തോളിലും തട്ടിക്കൊണ്ട് വിളിച്ചു. എന്റെ പൊന്നു ലക്ഷ്മി എടുത്തി, ഞാനിവളോട് ആവുന്നു പറഞ്ഞ ഈ ചെന്തുവിന് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? നന്ദുവിനെ ചൂണ്ടി സഞ്ജു ലക്ഷ്മിയുടെ നേരെ നോക്കി. എന്തോന്ന്? ലക്ഷ്മിയുടെ മുഖം ചുളിഞ്ഞു. അത് തന്നെ ആന്റി, എന്നോട് സഞ്ജു കുറെ പറഞ്ഞു പോണ്ടാന്ന്. പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? നാളെ ക്ലാസ് ഉള്ളതല്ലേ? പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് നന്ദു അങ്ങനെ പറഞ്ഞപ്പോൾ സഞ്ജുവാണ് ഞെട്ടിപ്പോയത്. ഞാനെപ്പോഴാടി നിന്നോട് പോണ്ടാന്ന് പറഞ്ഞ്? അവൻ അവൾക്കരിയിലേക്ക് നീങ്ങുന്നോണ്ട് ചോദിച്ചു. നീ പറഞ്ഞാലും ഇല്ലല്ലോ, അവൾക്ക് എന്തായാലും ഇന്ന് പോകണം. നാളെ ക്ലാസ് ഉള്ളതല്ലേ? ഏട്ടൻ വിളിച്ചിരുന്നു എന്നെ. ഈ പ്രാവശ്യത്തെ ലീവിന് അവളും കൂടി ചെല്ലാത്തിന്റെ പരാതി വേറെയുണ്ട്. രണ്ടുപേരുടെയും ഭാവം കണ്ടിട്ട് ലക്ഷ്മി കുറച്ച് ഉറക്കെ പറഞ്ഞു. ഞങ്ങൾ നിന്നെ കാത്തിരുന്നെന്ന് പറഞ്ഞതേ ഇവള് റെയിൽവേ സ്റ്റേഷനിലായി കൊടുക്കാനാ. 5 മണിക്കാ ട്രെയിന്. അതിന് പോയ 6 മണിക്കുള്ളിൽ സിറ്റിയിലെത്താം. അവിടുന്ന് പിന്നെ ഇവളൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളും. നളിനിയാണത് പറഞ്ഞത്. അതായിരുന്നു കാര്യം. ഞാൻ വെറുതെ പേടിച്ചു. സഞ്ജു ആശ്വാസത്തോടെ വളരെ പതിയാണത് പറഞ്ഞത്. എന്നിട്ടും നന്ദു അത് കേട്ടിരുന്നു. സഞ്ജുവേട്ടൻ എന്താ കരുതിയേ? അവൾ കുറച്ചുകൂടി സഞ്ജുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് ചോദിച്ചു. ഞാനങ്ങനെ പറഞ്ഞു കരുതും, അല്ല എനിക്ക് നിന്നോട് പറയാൻ പറ്റുമോ? തുടങ്ങിയോ നിങ്ങൾ വീണ്ടും തല്ലുണ്ടാക്കല്? സമയമില്ല സഞ്ജു, ഇപ്പൊ തന്നെ 4 മണി കഴിഞ്ഞു. നീ ഒന്ന് സ്റ്റേഷനിലായി കൊടുക്കണ മോനെ. ലക്ഷ്മി വീണ്ടും അവർക്കിടയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വരെ പോകാണ്ട് ലക്ഷ്മി എടുത്തി. അതിനാ ഞാൻ ഓടിപ്പാഞ്ഞ് വന്നു തന്നെ. ആദ്യം വിളിച്ച് ഓർമ്മ വന്നു സഞ്ജു പെട്ടെന്ന് പറഞ്ഞു. അതെങ്ങോട്ടാ നിനക്ക് പെട്ടെന്ന് പോകേണ്ട അത്യാവശ്യം? നളിനി അവന്റെ നേരെ നോക്കി കണ്ണുരുട്ടി. അതൊക്കെയുണ്ട്, സഞ്ജു അലസമായി പറഞ്ഞു. എന്തുണ്ടെങ്കിലും നീ നന്ദുമോളെ സ്റ്റേഷനിലാക്കിയിട്ട് പോയാൽ മതി. അവൾക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ? നളിനി കട്ടായം പറഞ്ഞു. എൻ്റെ അമ്മ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഞാൻ ചെല്ലാന്ന് വാക്കുകൊടുത്തതാ. ആദിയോട് വരുന്നില്ലെന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ലെങ്കിൽ കൂടിയും നന്ദുവിനൊപ്പം പോകുന്ന ആലോചിച്ചതും സഞ്ജു ചടപ്പോടെ പറഞ്ഞു. സത്യം ലക്ഷ്മി എടുത്തി, എനിക്ക് പോകേണ്ട അത്യാവശ്യതുകൊണ്ടാ. ഏട്ടനോടെ പോയി? ഏട്ടൻ കൊണ്ടുവിടില്ലേ? നളിനിയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലായതും സഞ്ജു ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ഇല്ലടാ മോനെ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞു. ഇവൾക്കാണെങ്കിൽ അവിടെ എത്തുകയും വേണം. എനിക്കൊരു ഓട്ടോ പിടിച്ചെന്നാൽ മതി ആൻറ്റി, ഞാൻ പോയിക്കോളാം. ഇതെല്ലാം കേട്ട് അതുവരെയും മിണ്ടാതിരുന്ന നന്ദു പെട്ടെന്നാണത് പറഞ്ഞു. അതൊന്നും ശരിയാവില്ല, ഇവനാക്കി തരും മോളെ. നളിനി സഞ്ജുവിനെ തുറിച്ചു നോക്കിക്കൊണ്ടാണ് നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടമ്മേ, സഞ്ജുവിനെ തിരക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? 1/2 മണിക്കൂർ പോലും വേണ്ട സ്റ്റേഷനിലോട്ട്. നിങ്ങളെപ്പോഴും വിളിക്കുന്ന ഒരു ഓട്ടോ ഇല്ലേ? അതൊന്ന് വിളിച്ചെന്നാൽ മതി, ഞാൻ പോയിക്കോളാം. എനിക്കാണെങ്കിൽ അത്ര ലഗേജ് ഒന്നും ഇല്ലല്ലോ. മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് പോവുകയല്ലല്ലോ. ഇങ്ങനെ തന്നെയല്ലേ ഞാൻ ഇവിടുന്ന് പോവാറുള്ളത്. ഒരു പഴുതും ബാക്കിയാക്കാത്ത വിധം നന്ദുവിന്റെ മറുപടി കേട്ടതും സഞ്ജു അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കി. അവൾ പക്ഷേ മനഃപൂർവ്വം അവനെ നോക്കിയില്ല. കുഴപ്പമില്ല, ആരും ദേഷ്യം കാണിക്കണ്ട, എനിക്ക് കുഴപ്പമില്ല. എന്നെപ്പോലെ തന്നെ സഞ്ജുവേട്ടന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, എനിക്കറിയാം. അവനെ നോക്കുന്നില്ലായിരുന്നുവെങ്കിലും അവൾ വാദിക്കുന്നത്രേ അവന് വേണ്ടിയാണെന്ന് സഞ്ജുവിന് മനസ്സിലായി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, നീ പെട്ടെന്ന് പോവാൻ നോക്ക്. അവൾക്ക് ഞാൻ ബാബുവിനെ വിളിച്ച് കൊടുത്തോളാം. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ധൃതിയിൽ അകത്തേക്ക് പോയതും ആ കൂടെ നന്ദുവും കയറിപ്പോയി. ഇത്ര അഹമ്മതി പാടില്ല സഞ്ജു, എന്തുവാണെന്ന് എനിക്ക് ഇത്ര അത്യാവശ്യം? ആ കൊച്ചിനൊന്ന് ആക്കി കൊടുക്കാനുള്ളതിന് അവരും. ഒരിക്കൽ കൂടി സഞ്ജുവിനെ നോക്കി കണ്ണുരുട്ടി നളിനി അകത്തേക്ക് നടന്നു. സഞ്ജു ആവട്ടെ അമ്പലത്തിൽ പോകണോ വേണ്ടോ എന്നുള്ള സംശയത്തോടെ അവിടെ തന്നെ നിന്ന് കളഞ്ഞു. അത്യാവശ്യമുണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന് അവനും അറിയാമായിരുന്നു. പോവാനാണെങ്കിൽ ഒട്ടും തോന്നുന്നില്ല. ധർമ്മസങ്കടത്തോടെയാണ് സഞ്ജു അകത്തേക്ക് റെഡിയാവാൻ തുടങ്ങിയത്.
ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദിയുടെ കോൾ വന്ന് കിടപ്പുണ്ട്. വരുന്നുണ്ടാ, റെഡി ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വാടാ, ഫാഷൻ വരണ്ടൊന്നല്ല പോകുന്നു, ഇത്രയും ഒരുങ്ങ, ഞങ്ങളുടെ റോഡിലുണ്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ആദ്യം കോള് കെട്ടി. ധൃതിയിൽ ആദ്യം കിട്ടിയ ഒരു ഷർട്ടും വലിച്ചെടുത്തുകൊണ്ട് സഞ്ജു ഒരുങ്ങിയിറങ്ങുമ്പോഴും അവനിൽ പോണോ പോണ്ടയോ എന്നൊരു ശങ്ക മനസ്സിൽ പിടിവലി നടക്കുന്നുണ്ടായിരുന്നു. ചെയ്യുന്നതിലെ തെറ്റും ശരി അവൻ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഏട്ടനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പേടിയില്ലാത്ത തനിക്ക് ഇറങ്ങിപ്പോമായിരുന്നു. ഇതിപ്പോൾ ഏട്ടനില്ല. ഏട്ടനില്ലാത്തതുകൊണ്ടായിരിക്കാം തന്നോട് കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ട്. ഈ കാലം വരെ ഏടത്തി എന്താവശ്യപ്പെട്ടാലും അതെല്ലാം ചെയ്തു കൊടുത്തിട്ടേ ഉള്ളൂ. ഇതും സന്തോഷത്തോടെ തന്നെ ചെയ്യുമായിരുന്നു. ആ ജന്തുവിൻ്റെ കാര്യം ഏതുണ്ടാ? റെയിൽവേ സ്റ്റേഷൻ വരെ അവളുടെ കത്തി സൈക്കിളൊന്നും ഓർത്താ പറ്റില്ലെന്നും വേറെ അത്യാവശ്യമുണ്ടെന്നും പറഞ്ഞു പോയത്. ഇനിയിപ്പോൾ തിരുത്തി പറയാൻ ചെന്നാലും ജന്തു കൂടെ പോലും തോന്നുന്നില്ല. ഒക്കെ കൂടെ സഞ്ജുവിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ധൃതിയിൽ ഒരുങ്ങിയിറങ്ങിപ്പോയി. ഇതെന്താടാ, നിന്നെ ഏതാണ്ട് 1ാം ക്ലാസ് ചേർക്കാൻ കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, നിന്റെ മുഖത്തെ ഭാവം. സഞ്ജുവിനെ കണ്ടതും മാഷാണത് ചോദിച്ചേ. ഏയ് ഒന്നുമില്ല മാഷേ. മുടിയുടെ മേലോട്ട് കൈകൊണ്ട് കോതി ഒതുക്കുന്നതിനിടയിലാണ് സഞ്ജുവിന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത്. ഇതെന്താടാ, നീ പെണ്ണ് കാണാൻ പോകണ ഈ കോലത്തിൽ? ആശ്ചര്യത്തോടെ സഞ്ജുവിന്റെ ചോദ്യം നോട്ടവും ആദിയുടെ നേരെ നീങ്ങി. സംഭവം എങ്ങനെയുണ്ട്? നീ അത് പറഞ്ഞ സഞ്ജീവ് ബാലകൃഷ്ണ. അവന് മുന്നിലേക്ക് ഒന്നുകൂടി നീങ്ങിന്നിട്ട് ആദ്യം ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് സഞ്ജുവിനെ നോക്കി ചോദിച്ചു. കിടുക്കാച്ചി ലുക്കായിട്ടുണ്ട്. സഞ്ജു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത്രയും ഒരുങ്ങിക്കിട്ടിയ നീയാണോടാ എന്നോട് ഫാഷൻ പറയണല്ല പോകുന്നെന്ന് പറഞ്ഞ്? സഞ്ജു പറയുന്നിട്ട് ആദ്യം ചിരിച്ചു. ഈ കോലത്തിൽ നീ നാളെ സ്കൂളിൽ പോയാലേ രണ്ടുണ്ട് കാര്യം. സഞ്ജു ആദ്യം നോക്കി ചിരിയോടെ പറഞ്ഞു. അതെന്താടാ സ്കൂളിൽ പോയിട്ട് നേടാനുള്ള 2 കാര്യങ്ങൾ? പതിയെ നടക്കുന്നതിനിടെ മാധവ് മാഷ് വീണ്ടും സഞ്ജുവിനെ നോക്കി. അബദ്ധം പറ്റിയതുപോലെ അവനൊന്ന് നാവ് കടിച്ചു. ആദ്യം അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. എന്തേലും ഉടായ്പ അവിടെ സ്കൂളിൽ പോയി എടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, രണ്ടിനെയും മുട്ടുകാർ ഞാൻ തല്ലിയൊടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ആർക്കു മുന്നിലേക്ക് നടന്നുകൊണ്ട് മാഷ് ഓർമ്മിപ്പിച്ചു. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടാ ആദി. സഞ്ജു ആദിയോട് ചേർന്ന് സ്വകാര്യം പോലെ പറഞ്ഞു. മിണ്ടാതിരിയടാ. ആദി സഞ്ജുവിന്റെ കൈ പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഇതെന്താണ് നീ ഈ കോലത്തില്? സാധാരണ മുണ്ടെടുക്കാൻ വേണ്ടിയുള്ള ആളാണല്ലോ നീ. എന്നിട്ട് ഇപ്പൊ ഇന്ന് എന്ത് പറ്റി? മാഷ് അവർ കുറച്ച് മുന്നിലായിട്ടാണ് നടക്കുന്നത്. എന്നിട്ടും ശബ്ദം കുറച്ചാണ് സഞ്ജു ആദിയോട് പറഞ്ഞത്. ഒന്നുമില്ലടാ, കുറെ കാലമായിട്ട് ഇതാ ഷെൽഫിലിരിക്കുന്നു. മുത്തശ്ശൻ സ്നേഹത്തോടെ വന്ന സമ്മാനമാണിത്. പെട്ടെന്നൊരു തോന്നലും ഉടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു. പക്ഷേ വേഷവും സ്വഭാവ തീരെ ചേരാത്ത. ആദ്യം ഒളി കണ്ടിട്ട് നോക്കി സഞ്ജു പറഞ്ഞിട്ടിട്ടും അവന്റെ ചിരി വാങ്ങില്ല. മാഷ് അവർക്ക് കുറെ മുന്നിലെത്തിയിരുന്നു. സംസാരിച്ചടക്കാൻ ആരെ കൂടെ കിട്ടിയപ്പോൾ മാഷ് ആദിയെയും സഞ്ജുവിനെയും അവരുടെ വഴിക്ക് വിട്ടിട്ട് വേഗം നടന്നുപോയി. എന്നിട്ട് പറ, എങ്ങനെയുണ്ടായിരുന്നു മിസ്റ്റർ ആദിത്യ മഹാദേവന്റെ ഫസ്റ്റ് മീറ്റിംഗ്? ഇന്ന് ആരുടെയൊക്കെ നെഞ്ചത്ത് കയറി ദേഷ്യം തീർത്തു പറയും. ആകാംക്ഷയോടെ സഞ്ജു ആദിയെ നോക്കി. മീറ്റിംഗ് ഹാൾ ഓർത്തതും ആദിയുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചിരി തൊട്ടടുത്ത നിമിഷം ഇല്ലാതെയാവുന്നതുമെല്ലാം സഞ്ജു ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്താടാ വീണ്ടും? സഞ്ജു നടത്തി നിർത്തി ആദിയുടെ കയ്യിൽ പിടിച്ച് നിർത്തി. ആദി ഇല്ലെന്ന് തലയാട്ടി. മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ നിൽക്കാതെ ആ തിരുവാ തുറന്ന് വല്ല മൊഴിയോ നീ? സഞ്ജു ആദിയെ നോക്കി കണ്ണുരുട്ടി. അച്ഛൻ വന്നിട്ടുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ ആദി പറഞ്ഞു കേട്ടതും സഞ്ജു ഒരു നിമിഷം പകച്ചുപോയി. സ്കൂളിലാണോ വന്ന്? വീണ്ടും പതിയെ നടന്നുകൊണ്ട് സഞ്ജു ചോദിച്ചു. മീറ്റിംഗ് ഹാളിലേക്കായിരുന്നു എൻട്രി. അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയോ? സഞ്ജു ടെൻഷനോടെ ചോദിച്ചു. പ്രത്യക്ഷത്തിലൊന്നുമില്ല, പക്ഷെ ഉടനെ ഉണ്ടാക്കും. എന്തോ തീരുമാനിച്ചുറപ്പിച്ചുള്ള വരവാണ് ആദി പറഞ്ഞു. എന്ന് നിന്നോടാരാ പറഞ്ഞു? സഞ്ജുവിന്റെ കണ്ണുകൾ ചുരുങ്ങി. അങ്ങനെ ചോദിച്ചാ എന്നെ കൊണ്ടുപോയെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ പോകുമ്പോ ഈ നാടിനെയും സ്കൂളിനെയും എന്തിന് മുത്തച്ഛനെ പോലും ഞാൻ വെറുക്കുമെന്നും പറഞ്ഞു. ആദ്യം ദേവൻ അത് പറഞ്ഞു കേട്ടപ്പോഴുള്ള അതേ അസ്വസ്ഥത അത് വീണ്ടും പറയുമ്പോൾ ആദിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് കേട്ട് നീ അങ്ങ് തളർന്നു പോങ്ങിയോ? ഒന്ന് പോവാൻ പറയടാ നിന്റെ ആ പരട്ട തന്തയോട്. കാലം ഇത്രയും പുരോഗതി പ്രാപിച്ചെന്നറിയാതെ ഇപ്പോഴും പുരാതന കാലത്തെ ഭീഷണി പൊക്കി പിടിച്ചു വരാൻ ഇയാൾക്ക് ഇത്ര നാണമില്ലേ? കഷ്ടം. മഹാദേവനോടുള്ള വെറുപ്പ് സഞ്ജുവിന്റെ വാക്കിലും മുഖത്തും വ്യക്തമായി കണ്ടിട്ടും ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങോട്ട് സഞ്ജു ദേവനെ പ്രാകുന്ന തിരക്കിലായിരുന്നു. ഒരു മോഷ്ടാവിന്റെ ചേഷ്ടകളോടെയാണ് അനൂപ് അകത്തേക്ക് കയറി പറ്റിയത്. അവനെ കാത്തിരിക്കുകയായിരുന്നെങ്കിലും പെട്ടെന്ന് കൺമുമ്പിൽ കണ്ടതും എപ്പോഴത്തെയും പോലെ പത്മയൊന്ന് വിറച്ചുപോയി. സുജായൽ കൂട്ടത്തിന്റെ ഏതോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പ്രിയ അമ്പലത്തിലും. ഈ അവസരം മുതലാക്കി അനൂപ് കടന്നു വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും കയ്യിലുള്ള ഫോണിൽ നിന്ന് അവനെ വിളിച്ചു വരുത്തുമ്പോൾ തന്റെ ഗതികേട് ഓർത്തുകൊണ്ട് അവളുടെ ഉള്ളും പുറം ഒരുപോലെ എരിയുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്റെ ചത്തുപോയ തന്തലെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാനം നോക്കി കിടക്കുമ്പോൾ ശവത്തിന് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. വെറുതെ മനുഷ്യനെ മനക്കെടുത്താൻ നാശം പിടിച്ചോളൂ. ഇതാ എടുത്ത് വിഴുങ്ങ്. അവിടെ ഒരു ഒടുക്കത്തെ സംശയം. പോക്കറ്റിൽ കൈയിട്ടുണ്ടൊരു ഗുളികയുടെ പാക്ക് കയ്യിലെടുത്തുകൊണ്ട് അനൂപ് വെറുപ്പോടെ പത്മയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അവളത് എടുത്തത്. വല്ലാത്തൊരു പിടച്ചിൽ, കടച്ചിൽ. ചങ്കിൽ നിന്നും ശരീരമാകെ പടർന്ന് കയറുന്നു.
ഇപ്പോൾ ഈ മെനക്കിടേണ്ടി വന്ന മുഴുവൻ നിങ്ങൾ കാരണമാണെന്ന് അനൂപിന്റെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടായിരുന്നു പത്നിക്ക്. ഓരോ മാസവും ചുവപ്പിനെ കാത്ത് താൻ വേവരാതിയോടെ ഇരിക്കുന്നതെന്നും ഇവൻ അറിയില്ല. ഇവനെന്നല്ല, ഇങ്ങനെ ഒരു ഭാരവും ചങ്കിൽ പേറി ആരോടും പറയാതെ, ആരെയും അറിയിക്കാതെ എത്ര നാൾ. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം എന്നല്ലല്ലോ. ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് പിടഞ്ഞുകൊണ്ട് ഒഴുക്കിക്കളഞ്ഞതൊക്കെ ശാപം പോലെ തൻ്റെ തലക്ക് മുകളിലുണ്ടാവും. താൻ തന്നെ ഇവിടെ ഒരു ഭാരമാണ് തിരിച്ചറിയാൻ കഴിയേ ഇനിയൊരു കുഞ്ഞിനെ കൂടി. ഉള്ളിൽ അമ്മ മനസ്സിൻ്റെ പിടച്ചിലിനെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അപരാധം ചെയ്യുകയെ അവൾക്ക് മുന്നിലൊരു മാർഗമുള്ളൂ. പ്രിയെ അനൂപ് ഉപദ്രവിക്കരുതെന്ന് കരുതി താൻ അനൂപിന് കീഴടങ്ങി കൊടുക്കേണ്ടി വരുന്ന കാലത്തോളം ഈ മഹാപാപത്തിൻ്റെ ശിക്ഷ കൂടി പത്മക്കുള്ളതാണ്. അവളുടെ ചുണ്ടിൽ ആത്മനിന്ദയുടെ ചിരിയുണ്ടായിരുന്നു അപ്പോൾ. ഭർത്താവ് എന്നാൽ ഭാരമാവേണ്ടവൻ എന്നല്ല, പകരം ഭാരമറിയിക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവനാണെന്ന് ഇവൻ അറിയില്ലല്ലോ. ഇവിടെ ഒരുത്തനൊരു പാവം പെണ്ണിന്റെ മുഴുവൻ ഭാരവുമായി മാറിയിരിക്കുന്നു. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ കൃഷ്ണസ്തുതിയാണ് അവരെ വരവേറ്റത്. കാതിലൂടെ നേരെ ഹൃദയം തൊടുന്നത്ര മാധുര്യം. കണ്ണടച്ച് സ്വയം മറന്ന് കേട്ടു നിൽക്കാൻ തോന്നും. ആദിയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. അടുത്തേക്ക് വലിച്ചടുപ്പിക്കുന്ന മാന്ത്രിക ശബ്ദം, ഏത് കഠിന ഹൃദയത്തെയും തൊട്ടുണർത്താൻ കഴിയുന്ന ഈണവും താളവും. ചുറ്റും അതങ്ങനെ ഒഴുകി പരന്ന് നടക്കുന്ന പോലെ. നീ അകത്തേക്ക് കയറുന്നോടാ. മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷർട്ടിന്റെ ബട്ടൺ അടർത്തി മാറ്റിക്കൊണ്ട് സഞ്ജു ആദിയെ നോക്കി. 10-15 പടികൾ കയറിയിട്ട് വേണം അമ്പലത്തിലെത്താൻ. ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നല്ലാതെ അന്ന് വരെ ആദ്യം അതിനകത്ത് കയറിയിട്ടില്ല. മാഷ് എത്ര വിളിച്ചാലും താഴെയുള്ള സിമെന്റ് പടിയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ അന്തരീക്ഷത്തിന്റെ ഭംഗി ആസ്വദിക്കാറാണ് പതിവ്. അങ്ങോട്ട് ചെല്ലണമെന്നും എന്തെങ്കിലും കാര്യസാധ്യത മുൻനിർത്തി അപേക്ഷിക്കുന്ന പോലെ കൈകൂപ്പി നിൽക്കണമെന്നും അവന് തോന്നിയിട്ടില്ലെന്നാണ് സത്യം. ദൈവം തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്, ലോകത്തിലെ എല്ലാത്തിലുമുണ്ട്. പിന്നെന്തിനാ പ്രാർത്ഥനയാർത്ഥം ഒരു പ്രത്യേക സ്ഥലത്ത് പോകുന്നു? ഞാനത് ചെയ്യില്ല. നേർച്ചയെന്ന കൈക്കൂലി എടുത്തുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഓരോ പടിയും കയറിക്കൊണ്ട് അല്പം ഉറക്കെ തന്നെ കളിയാക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്ന സഞ്ജുവിനെ നോക്കി പല്ലടിച്ചുകൊണ്ടാണ് ആദ്യം പടികൾ കയറുന്നത്. ഞാൻ ആ പാടുന്നത് ആരും നോക്കാനാ ശൗമേ? സഞ്ജുവിന്റെ തോളിൽ അല്പം ഉറക്കി ഇടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു. അതുപോലെ ടേപ്പ് റെക്കോർഡായിരിക്കും. അടികിട്ടിയ വേദനയിൽ സഞ്ജു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു. ആദിയുടെ നെറ്റി ഒളിഞ്ഞു. ഏയ്, ഇതാറ് ലൈവായിട്ട് പാടുന്ന? അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പോഴും മുകളിലേക്ക് കയറാൻ തുടിക്കുന്ന ഹൃദയത്തെ മാടി വിളിക്കുന്ന പോലെ ആദിയുടെ ഹൃദയം പിടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് മാടി വിളിക്കുന്ന ഒരു ഈണം കൃഷ്ണസ്തുതിയാകെ അവിടെ ആകെ നിറഞ്ഞു തൂകുന്നുണ്ട്. മനസ്സിലെ ആഗ്രഹം കലശലായതും അടുത്ത് നിൽക്കുന്ന സഞ്ജുവിനെ പോലും ശ്രദ്ധിക്കാതെ ധൃതിയിൽ പടികൾ ഓടി കയറാൻ തുടങ്ങി. എടാ, ഷർട്ട് അഴിച്ചിട്ട് കയറുന്നു പുറകിൽ നിന്ന് സഞ്ജു വിളിച്ചു പറയുന്നത് കേട്ടതും തിരിഞ്ഞു പോലും നോക്കാതെ ഓടുന്നതിനിടെ തന്നെ അവൻ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു തുടങ്ങിയിരുന്നു. വശ്യമായൊരു ഗന്ധമാണ് അവിടെ മുഴുവനും. തൊട്ട് തല ഓടുന്ന കാറ്റിനു പോലും ഒരു കാതര ഭാവം. ഷർട്ട് അഴിച്ചിട്ട് തോളിലേക്കിട്ട് ധൃതിയിൽ നടന്നു വരുന്നവനെ തൊഴു നിൽക്കുന്ന മാഷും ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവനതൊന്നും അറിയുന്നേയില്ലായിരുന്നു. കണ്ണും മനസ്സും തേടുന്നത് ആ സ്വരമാധുര്യത്തിന്റെ ഉറവിടമാണ്. മറ്റൊന്നും അവൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഉത്ഭവം തേടിയാണ് അവൻ ചുറ്റുമുള്ളതൊന്നും കാണാതെ ഓടുന്നത്. വിടർന്നുപോയ മിഴിയോടെ മോഹത്തോടെ അവന്റെ രൂപം തഴുകി തലോടി നിൽക്കുന്ന അനേകം ആളുകളെ ഒന്നും തന്നെ അവൻ കണ്ടില്ല. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവനെ ആകെ ശൂന്യമാക്കിക്കൊണ്ട് ആ ശബ്ദം നിലച്ചു. ഹൃദയം കൂടി അതിനൊപ്പം നിലച്ചതുപോലെ ചുറ്റും നോയിക്കൊണ്ട് അവനൊന്ന് വട്ടം കറങ്ങി. വിയർപ്പ് പൊടിഞ്ഞ മുഖം തുടച്ചുകൊണ്ട് അവൻ നിരാശയോടെ തലകുടഞ്ഞു. ഡാ! പിന്നിലെ സഞ്ജുവിന്റെ കിതപ്പ് നിറഞ്ഞ വിളി കേട്ടതും ആദ്യം ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അവന് സ്ഥലകാലബോധം വന്നു തന്നെ. ഇവരൊക്കെ എന്താടാ ഇങ്ങനെ നോക്കുന്നത്? ഷർട്ട് അഴിച്ചിട്ട് നിൽക്കുന്നതിന്റെ ജാളിതയോടെ ആദ്യം സഞ്ജുവിനോട് ചോദിച്ചു. അവരായതുകൊണ്ട് നോക്കുന്നേ ഉള്ളൂ. അമ്മാതിരി പ്രകടനമല്ലായിരുന്നു ആ പൊന്നുമോൻ. സഞ്ജു പല്ലടിച്ചു. ഞാൻ എന്ത് ചെയ്തെന്ന് ആദ്യം മുഖം ചുളിച്ചു. അത് ശരി, വെള്ളമടിച്ചിട്ടാണ് അമ്പലത്തിൽ വന്ന കൂടി നീ പറയിപ്പിക്കോ? സഞ്ജു അവനെ തുറിച്ചു നോക്കി. അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ലൊഴുകി ഞാൻ. ആദ്യം സഞ്ജുവിന്റെ അടുത്തേക്ക് നീങ്ങിന്നിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നതാണോ കുഴപ്പം? ഇത്രയും തിരക്കിട്ട് ഓടിച്ചു നോക്കാൻ അവിടെ നിന്റെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നോ? എടാ, ഞാൻ ആ സോങ് അതിന്റെ ആളെ കാണാൻ. ആദ്യം വീണ്ടും നിരാശയിൽ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആളെ കാണാൻ കഴിയാത്ത ഇച്ഛാഭംഗം അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. കുന്തം ഒരു സോങ്, വാ മാഷ് വിളിക്കുന്നുണ്ട് നിന്നെ. കണ്ണുകൾ വീണ്ടും ആരെയോ തേടുന്ന പോലെ ചുറ്റും നോക്കിയിട്ടാണ് ആദ്യം സഞ്ജുവിനൊപ്പം നടക്കുന്നത്. പെട്ടെന്ന് മുന്നിൽ നടന്ന സഞ്ജുവിനെ ഇടിച്ച് ആദ്യം വീഴാനാഞ്ഞു. നോക്കി നടക്കണം. അമ്പലത്തിലാണെന്നുള്ള ഓർമ്മയിൽ നാവിൻ തുമ്പിലെത്തിയ തെറിവാക്കാതെ വിഴുങ്ങിക്കളഞ്ഞു. നാടാ, നീടെ ഉറച്ചുപോയോ? അനങ്ങാതെ നിൽക്കുന്ന സഞ്ജുവിനെ നോക്കി ആദ്യം മുഖം ചൊളിച്ചു. നിന്നോട് എനിക്ക് സഹതാപം തോന്നടാ കുട്ടാ. എന്ത് കോപ്പിന്? നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് കൂട്ടുകാരാ. പക്ഷേ വരാനുള്ള അമ്പലത്തിൽ വന്നിട്ടായാലും പണി വന്നിട്ട് പോകുന്ന എനിക്കിപ്പോൾ ഈ നിമിഷം മനസ്സിലായി. പക്ഷെ തളരരുത് ആദി, തളരരുത്. സഞ്ജു ആദിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നാടകീയമായിട്ടാണ് പറയുന്നത്.
ഇനിയും മിണ്ടിയാൽ ആദ്യം തന്നെ പരിസരം പോലും മറന്നിട്ട് ഇടിക്കുമെന്ന് തോന്നിയതും സഞ്ജു അവ നിൽക്കുന്നതിന് ഇടതുഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു. അങ്ങോട്ട് നോക്കി ആദ്യം നിന്ന നിൽപ്പിൽ വിറച്ചു പോയിരുന്നു. മാധവൻ മാഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടെന്തോ പറഞ്ഞ് ചിരിക്കുന്ന കൃഷ്ണപ്രിയ. എന്നാലും ഇത്രയും കാര്യമായിട്ട് ഇവളെന്തായി പറയുന്നത്? ചിരിയോടെ മാഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആവേശത്തിൽ എന്തൊക്കെയോ പറയുന്ന പ്രിയയുടെ നേരെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ആദി ചോദിച്ചു. സംശയം അവള് നൈസായിട്ട് നിനക്കുള്ള കുഴി വിട്ടുവാടാ. സഞ്ജു അവന്റെ തോളിലേക്ക് കൈയെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. കരിനാക്ക് വളച്ചൊന്നും പറയാതാടാ. ആദി സഞ്ജുവിനെ നോക്കി പല്ലുകടിച്ച്. എന്തായാലും ഇവിടെ നിൽക്കാനൊക്കെ ഇല്ലല്ലോ, നീ വാ, കിട്ടാനുള്ള നീട്ട് പോയി കൈപ്പറ്റിയാ പിന്നെ സമാധാനത്തോടെ ഇരിക്കാലോ. ആദി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. കിട്ടുന്നത് നല്ല കനത്തിൽ തന്നെ കാണും, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയിട്ട് പോരെ മോനെ ഈ സാഹസം. സഞ്ജു മാഷിനെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതാണ് അവിടെ കൂടെ ഒരു പെൺകുട്ടി. ആദ്യം വീണ്ടും സഞ്ജുവിനെ നോക്കി. ആദ്യം എനിക്കെങ്ങനെ അറിയാം? ഏതായാലും അങ്ങോട്ടല്ലേ നമ്മൾ പോകുന്നത്, അതുകൂടി ചോദിച്ച് ക്ലിയർ ചെയ്യാം, നീ വാ. ഇപ്രാവശ്യം സഞ്ജുവാണ് മുന്നിൽ നടന്നു. അവന് പിറകെ മാഷിനരികിലേക്ക് നടക്കുമ്പോൾ ആദിയുടെ ഹൃദയം വീണ്ടും താളം തെറ്റി മിടിക്കാൻ തുടങ്ങിയിരുന്നു. മാഷോട് അത്ര സ്നേഹത്തോടെ ചിരിച്ചിട്ടുണ്ടെന്നോ പറയുന്ന പ്രിയയെ നോക്കുമ്പോൾ അതുവരെ അവനിൽ നിറഞ്ഞു നിന്നിരുന്ന ഭാവം എങ്ങോ പാഞ്ഞൊളിച്ചു പോയിരുന്നു. പകരം അവളെ കാണുമ്പോൾ മുഖത്തേക്ക് വലിഞ്ഞു കയറി വരുന്ന സ്ഥായിയായ പുച്ഛഭാവം അന്നും പതിവ് തെറ്റിച്ചില്ല. പറഞ്ഞു നാവെടുത്തില്ല, അതിനു മുന്നേ എത്തിയല്ലോ നമ്മുടെ നായകൻ. അരികിലെത്തി നിന്ന് ആദ്യം നോക്കി മാഷൊരു ചിരിയോടെ പറഞ്ഞു. പ്രിയ മുഖം വെട്ടിച്ചു നോക്കി. അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി, മുഖത്ത് കാരണമില്ലാത്തൊരു കലിപ്പിനെയും പേറി നിൽക്കുന്നവൻ. പക്ഷെ അവന്റെ വേഷം കണ്ടിട്ടാണ് പ്രിയ ഒന്നുകൂടെ നോക്കിയത്. വെളുത്ത കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാലയോളം ഭംഗി അവന്റെ മുഖത്തുമുണ്ട്. ഷർട്ട് ഊരി അതിപ്പോഴും ചുമലിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉറച്ച നെഞ്ചും കരുത്തുമുള്ള കൈകളും പ്രിയയുടെ കണ്ണിന് മുമ്പിൽ വിരിഞ്ഞു നിന്നു. അവളുടെ നോട്ടം കണ്ടത് ആദ്യം ഒന്ന് കളിയാക്കും പോലെ ചുമച്ചു. പ്രിയ ചമ്മിയതുപോലെ അവനെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിലെ പുച്ഛം കണ്ടതും വേഗം മുഖം വെട്ടിച്ചു. നിനക്ക് മനസ്സിലായില്ലേ ആദി? കൃഷ്ണപ്രിയ ഇതവളുടെ കൂട്ടുകാരി ഇന്ദുലേഖ. മാഷ് ആദ്യം നോക്കി പറഞ്ഞു. ആദ്യം മനഃപൂർവ്വം ഇന്ദുവിനെ മാത്രം നോക്കിയൊന്ന് ചിരിച്ചു. നിങ്ങൾ സ്കൂളിൽ നിന്ന് കണ്ടിട്ടും പിന്നെ എന്താ മോളെ ഒന്നും പറയാണ്ട് നിൽക്കുന്നത്? ഇവനിനി അവിടെയും ചാടിയിട്ട് നടപ്പാണോ? രണ്ടുപേരുടെയും നിൽപ്പ് കണ്ടതും മാഷൊരു സംശയത്തോടെ പ്രിയയും ആദ്യം നോക്കിയിട്ട് ചോദിച്ചു. കണ്ടുമുട്ടലും ചീത്ത വിളിക്കലൊക്കെ നല്ല അന്തസ്സായി നടന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് പറയടാ മോനെ. ആദിയുടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് സഞ്ജു പതിയെ അവന് കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അല്ല അത് പിന്നെ പ്രിയക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആദ്യം അപ്പോഴും മറ്റെങ്ങോ നോക്കി പതിവ് ജാടയിൽ തന്നെ. ഇനി ഇവനെന്നെ പറഞ്ഞു പറ്റിച്ചതാണോ? നിന്നെ കണ്ടെന്ന് പറഞ്ഞിട്ട്? പൊതുവെ അങ്ങോട്ട് പോയി കൂട്ടുകൂടാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാ എൻ്റെ ഒരേ ഒരു കൊച്ചുമോൻ. ആദ്യം ഒന്ന് പാളി നോക്കും മാഷ് ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു മാഷേ, ഈ സാറ് പറഞ്ഞ സത്യം തന്നെയാ. പ്രിയപ്പെട്ടെന്ന് പറഞ്ഞു. ആദ്യം വീണ്ടും അവളെ നോക്കി. അവളുടെ മുഖത്തൊരു ചിരിയുണ്ട്, അതിനൊരു വെല്ലുവിളിയുടെ ചായയുണ്ടെന്ന് ആദിക്ക് തോന്നി. എന്നിട്ട് അവൻ്റെ കണ്ണിലെ തീക്ഷ്ണത ഒട്ടും കുറഞ്ഞില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.